ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന കർദിനാളന്മാർ ഏതാനും ചിലർ മാറി മാറി ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അർത്ഥനകൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാലം ചെയ്ത നിത്യതയിലേക്ക് പറന്നുയർന്നിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന സമയമാണിത്. കുദാശവചനങ്ങൾ ചൊല്ലി അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീര രക്തങ്ങളാക്കി അർപ്പിച്ചതിനു ശേഷമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിശുദ്ധ നിമിഷങ്ങളാണ്. അതിനുവേണ്ടിയും വത്തിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വിവിധ ഭാഷകളിൽ നിന്നായി, വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള, വിവിധ നിറങ്ങളിലുള്ളവരായി, യാതൊരു വ്യത്യാസങ്ങൾക്കും ഇട നൽകാതെ എല്ലാവർക്കും പ്രാതിനിധ്യ സ്വഭാവത്തിൽ അവസരം നൽകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വത്തിക്കാൻ എപ്പോഴും ലോകത്തിന് മുൻപിൽ നൽകുന്ന ഒരു സന്ദേശമാണ്. എല്ലാവരെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന മാർപ്പാപ്പയുടെ അവസാനത്തെ ഈ യാത്രയിൽ, വിലാപയാത്രയ്ക്ക് ഒരുക്കമായുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ ഈ നിമിഷങ്ങളിൽ എല്ലാവർക്കും ദൈവത്തിന്റെ, യേശുവിന്റെ മനസ്സിൽ ഒരുപോലെ സ്ഥാനമുണ്ട്. അത് നീ ഏത് രാജ്യക്കാരനാണെന്നോ, ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവനാണെന്നോ, ഏത് ഭാഷ സംസാരിക്കുന്നവനാണെന്നോ, ഏത് സംസ്കാരം പുലർത്തുന്നവനാണെന്നോ, എന്ത് ഭക്ഷണം കഴിക്കുന്നവനാണെന്നോ, നീ എത്രമാത്രം സാമ്പത്തികമായി ഉന്നതിയുള്ളവനാണെന്നോ അതോ പാവപ്പെട്ടവനാണെന്നുള്ളതാണ് അതും അല്ലെങ്കിൽ നീ എങ്ങനെയാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് ഒന്നുമല്ല കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെയും വ്യത്യാസങ്ങളൊന്നുമല്ല ഇവിടെ കാര്യം. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മുൻപിൽ ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം. അതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു നിദർശനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്ന ഈ വിശുദ്ധ കുർബാനയിലെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളും അതുപോലെ തന്നെ അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനകളും, ഓരോ ഭാഷാ രീതികളും, ഓരോ ചാൻറ്റുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണല്ലോ. Omnis honor et gloria per omnia saecula saeculorum. ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ, ഈ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ പ്രോസായിട്ടുള്ള വായനകളുമല്ല, ഗാനമായിട്ടുള്ള ആലാപനങ്ങളുമല്ല, ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള മറ്റെന്തോ രീതിയിലുള്ളതാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. ശരിയാണ് കേട്ടോ. ഇതാണ് ലാറ്റിൻ ചാൻറ്റ് എന്നറിയപ്പെടുന്ന, വിശുദ്ധ തിരുക്കർമ്മങ്ങൾക്ക് മിഴിവേകുന്ന മനോഹരമായ ചാൻറ്റുകളിലൂടെയാണ് ഈ തിരുക്കർമ്മങ്ങളൊക്കെയും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, ഇതിന്റെ ഭാഷ മനസ്സിലാകുന്നവർക്കും മനസ്സിലാകാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇമ്പകരമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചാൻറ്റിന്റെ ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കൈകൾ ഉയർത്തി കരങ്ങൾ കോർത്ത് ജനമെല്ലാവരും ചേർന്ന് ഒന്നായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കർദിനാളന്മാരും മെത്രാന്മാരും അതുപോലെ തന്നെ വൈദികരും സന്യസ്തരും അൽമായ വിശ്വാസികളും ഒക്കെ കൈകൾ ഉയർത്തിയും കൈകൾ കോർത്തു പിടിച്ചും ചൊല്ലുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ഈശോ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനു വേണ്ടിയുള്ള അടുത്ത ഒരുക്കത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അർപ്പിക്കപ്പെട്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറിയത് ദിവ്യകാരുണ്യമാണ്. ഈ ദിവ്യകാരുണ്യം ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പാപങ്ങളെ കുറിച്ചോർത്ത് അനുതപിച്ച് കുംഭസാരമെന്ന കൂദാശയിലൂടെ പാപമോചനം സിദ്ധിച്ച എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും വേണ്ടി വെച്ചു വിളമ്പപ്പെടുന്ന ഈശോയുടെ ശരീരവും രക്തവുമാണ് അൾത്താരയിൽ ഒരുക്കപ്പെട്ടിരുന്നത്. ആ അൾത്താരയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും കൂടിയിരിക്കുന്ന, ഞാൻ സൂചിപ്പിച്ചതുപോലെ, കുംഭസാരമെന്ന അനുടഞ്ജന കൂദാശയിലൂടെ പാപമോചനം സ്വീകരിച്ച എല്ലാവർക്കുമായി നൽകുന്ന
ആശംസയുടെ പ്രാർത്ഥനകളും വാക്കുകളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. സമാധാന ആശംസയാണ് കേട്ടോ. നോക്കി എത്ര മനോഹരമാണ് നോക്കിയ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. പരസ്പരം കരങ്ങൾ കൂപ്പി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആലിംഗനം ചെയ്ത് കിസ് ഓഫ് പീസ് എന്ന് പറയാം നമുക്ക്. പരസ്പരം ആശംസിക്കുന്നു. നോക്കി രാഷ്ട്രത്തലവന്മാര്, നേതാക്കന്മാർ പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാഷ്ട്രത്തലവന്മാരെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനല്ല കേട്ടോ, അതിർത്തി തർക്കങ്ങളെ കുറിച്ചുള്ള കോംപ്രമൈസ് ചർച്ചകൾക്ക് വേണ്ടിയല്ല കേട്ടോ. ലോകം മുഴുവൻ ആരാധിച്ച കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയ്ക്ക് വിട നൽകാനായി ലോകം മുഴുവൻ വത്തിക്കാനിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അവരെല്ലാവരും പരസ്പരം കൈകൾ കൂപ്പി സമാധാനം ആശംസിക്കുന്നു. പീസ് ബി വിത്ത് യു എന്നാണ് പരസ്പരം ആശംസിക്കുന്നത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട്, പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട്, സമാധാനത്തിന് ചുംബനം നൽകിക്കൊണ്ടാണ് ഈ സമാധാന ആശംസ ഇപ്പോൾ നിർവഹിക്കപ്പെട്ടത്. പ്രധാന മുഖ്യ കാർമ്മികൻ ഇപ്പോൾ കൈകളിൽ കാസയും അതുപോലെ തന്നെ ഈശോയുടെ ശരീരമായി മാറിയിരിക്കുന്ന അപ്പവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ കൂടിയിരിക്കുന്ന പാപമോചനം സ്വീകരിച്ച വിശ്വാസികളെ ക്ഷണിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.